സുമംഗലയും പ്രവീണയും കിടക്കാനായി ശ്രീകുമാരി അമ്മയുടെ റൂമിലേക്ക് പോയി. ഹാളിൽ എല്ലാം കേട്ട് TV സ്ക്രീനിൽ കണ്ടു നട്ടിരുന്ന അഭിനവിന്റെ അരികിൽ ചെന്ന് സന്ദീപ് ഇരുന്നു. മോനേട്ടൻ കിടക്കുന്നില്ലേ? മോഹനൻ തമ്പി അവിടെ തന്നെ ഇരിക്കുന്നത് കണ്ട് മല്ലിക തിരക്കി. അയാൾ അനുജനെ ഒന്ന് നോക്കിയ ശേഷം എണീറ്റ് അകത്തേക്ക് പോയി. പ്രദീപൻ അപ്പോൾ തന്നെ തൊടുപുഴയ്ക്ക് തിരിച്ചു പോവുകയും ചെയ്തു. വിജയകൃഷ്ണൻ ഏറ്റുമാനൂരിൽ നിന്ന് തിരിച്ചെത്തുമ്പോൾ 9 മണിയോളമായി. അനുറാണിയും നവമിയും അയാൾ വരുന്നത് കാത്തിരിക്കുകയായിരുന്നു. അച്ഛൻ്റെ കാർ വന്ന് പുറത്തു നിൽക്കുന്നത് കണ്ടപ്പോഴേ അനുജെന്ന് വാതിൽ തുറന്നു. അവൾക്ക് തൊട്ടു പിന്നിൽ നവമിയും നിൽപ്പുണ്ടായിരുന്നു. താൻ പോയ കാര്യം എന്തെന്നറിയാനുള്ള ഒരു ആകാംക്ഷ അവളുടെ മുഖത്ത് അയാൾക്ക് കാണാമായിരുന്നു. അയാൾ തൻ്റെ കയ്യിലിരുന്ന ഫുഡിൻ്റെ കിറ്റ് അനുവിനെ നേർക്ക് നീട്ടി. ഷവായി ചിക്കനാണെന്ന് തോന്നുന്നല്ലോ അച്ഛാ. അത് കയ്യിൽ വാങ്ങിക്കൊണ്ട് അനുറാണി പറഞ്ഞു. മിടുക്കി, കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ. അയാൾ അഭിനന്ദിച്ചു. പൊറോട്ട വാങ്ങിച്ചില്ലേ അച്ഛാ? അവൾ കിറ്റിനുള്ളിലേക്ക് കൈയിട്ട് പരിശോധിക്കുന്നതിനിടയിൽ തിരക്കി. ഉണ്ടടി, അത് വാങ്ങിച്ചില്ലെങ്കിൽ നീ അച്ഛനെ രണ്ടാമത് കടയിലേക്ക് ഓടിക്കില്ലേ? അച്ഛനിപ്പോൾ വരാം, നീ വിളമ്പിക്കോ മോളെ, നിങ്ങൾക്ക് വിശപ്പായി കാണുമല്ലോ. അയാൾ ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടി റൂമിലേക്ക് പോയി. അച്യുതേട്ടനെ കഴിക്കാൻ കൊടുത്തോ മോളെ? തിരികെ വന്നപ്പോൾ അയാൾ ആദ്യം ചോദിച്ചത് അതാണ്. ചേച്ചി കൊണ്ടുപോയി കൊടുത്തച്ച. അനുറാണി 3 പാത്രങ്ങൾ വച്ച ശേഷം അതിലേക്ക് ഗ്യാസിൽ വെന്ത കോഴി പീസുകളും പെറോട്ടയും പെറുക്കി വെച്ചു. അച്ഛന് ഒരൊറ്റ എണ്ണം മതിയാ മോളെ, അച്ഛന് വിശപ്പില്ല. അച്ഛാ, അനു എന്തോ മനസ്സിലായ മട്ടിൽ വിളിച്ചു. അച്ഛൻ കയറി വന്നപ്പോഴേ എനിക്കൊരു സ്മെല്ലടിച്ചതാ. ഞാൻ ചോദിച്ചില്ലെന്നേ ഉള്ളൂ. അച്ഛനോട് ഡോക്ടറൊക്കെ പറഞ്ഞിട്ടുള്ളതല്ലേ അച്ഛാ, അച്ഛൻ മദ്യം കൈകൊണ്ട് തുടരുതെന്ന്. അത് മദ്യമൊന്നും അല്ല മോളെ, വൈൻ. പിന്നെ വൈനല്ലേ ഇത്തരം സ്മെല്ലുള്ളത്. ഇടയ്ക്കൊക്കെ മോഹനങ്ങൾ വരുമ്പോൾ ഇതേ സ്മെൽ ഉണ്ടാകാറുണ്ടല്ലോ. അപ്പോഴൊക്കെ അച്ഛൻ അമ്മയോട് പറയാറില്ലേ, നിന്റെ ആങ്ങള മൂക്കുമുട്ടെ കള്ളം കുടിച്ചിട്ടാണോടി ഡ്രൈവ് ചെയ്ത് വന്നതെന്ന്. അച്ഛൻ കുടിച്ചപ്പോൾ അത് വൈനായോ? സോറി മോളെ, ദേവൻ പറയുമ്പോൾ എങ്ങനെയാടി ഞാൻ അവനെ നിരുത്സാഹപ്പെടുത്തുക? അവൻ്റെ അളിയൻ സ്റ്റേറ്റിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടു കൊടുത്തതാ. അപ്പോൾ കുറഞ്ഞ കോളൊന്നും അല്ലായിരുന്നു അല്ലേ അച്ഛാ? എല്ലാവർക്കും ആഹാരം വച്ച ശേഷം അവൾ കഴിക്കാനിരുന്നു. അച്ഛാ, പൊളി കേട്ടോ, ഇത് കോട്ടയത്തെ ഫുഡല്ലേ? അനു അച്ഛനെ തള്ളവിരൽ ഉയർത്തി കാട്ടിയിട്ട് ചോദിച്ചു. ഏറ്റുമാനൂരൊന്ന് മേടിച്ചതാ മോളെ. അച്ഛൻ പോയ കാര്യം ഒന്നും പറഞ്ഞില്ലല്ലോ. ദേവനെങ്കിൽ ജോലിക്കാരും ശരിയാക്കിയിട്ടുണ്ടോ അച്ഛാ? അയാൾ തനിക്കെതിരെ ഇരിക്കുന്ന നവമിയെ നോക്കിക്കൊണ്ട് മൂളി. അവളും അത് കേട്ടതോടെ മുഖമുയർത്തി അയാളെ നോക്കി. 2 ജോലി ശരിയാക്കിയിട്ടുണ്ട്. ഒന്ന് പാലായില, മറ്റൊന്ന് കൊല്ലപ്പള്ളിയിലും. പാലായിലുള്ളത് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലെ ജോലിയാ. അവിടുത്തെ ബില്ലിംഗ് സെക്ഷനിൽ ഫുഡും താമസവും ഒക്കെ ഫ്രീയാ. മാസത്തിൽ 2 അവധിയെ കിട്ടൂ എന്നൊരു ന്യൂനതയുണ്ട്. എന്നാലും അറിയാവുന്ന ജോലിയല്ലേ. കൊല്ലപ്പള്ളിയിൽ എന്താ അച്ഛാ? അവിടെല്ലാം റബ്ബർ തോട്ടങ്ങളാണെന്നല്ലേ അച്ഛൻ പറഞ്ഞിട്ടുള്ളത്? പോടി ബദ്ദൂസേ, റബ്ബർ തോട്ടത്തിലാണോ ഇവൾക്ക് ജോലി? വേറൊരു കാര്യം കൂടി മുൻപ് പറഞ്ഞിട്ടില്ലേ? അതെന്താ അച്ഛാ? ശാന്തി ഭവനമാണോ? അപ്പോൾ മറന്നിട്ടില്ല നീ. അതൊരു അനാഥ മന്ദിരമല്ലേ അച്ഛാ? അനുവിൻ്റെ നെറ്റി ചുളിഞ്ഞു. എന്നും പറയാം, പക്ഷെ അവിടെ 60ഓളം മനുഷ്യരുണ്ട് മോളെ. ഇവൾക്ക് അവിടെ അവരെ ശുശ്രൂഷിക്കുന്ന ജോലിയൊന്നുമല്ല കേട്ടോ. എല്ലാത്തിൻ്റെയും മേൽനോട്ടത്തിൽ ഒരു കണ്ണ് വേണം. അവിടുത്തെ കണക്കുകളും വരവ് ചിലവ് രേഖകളും നോക്കാൻ ഒരാൾ. മുൻപ് അവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾക്ക് UK പോകാൻ ഒരു ചാൻസ് കിട്ടിയപ്പോൾ അവൾ ഇതിട്ടിട്ട് പോയി. ഏതോ ഒരു മഠം വകയുള്ള മന്ദിരമാ അത്. ഇവൾക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഫിസിയോയും ഒക്കെ അറിയാമെന്ന് കേട്ടപ്പോൾ അവർക്കൊരു താല്പര്യം. ഒരു ചെറിയ നിശ്ചിത തുക മാസാമാസം അക്കൗണ്ടിൽ കിട്ടുകയും ചെയ്യും. നമ്മുടെ ഈ വീട് പോലെ വൃത്തിയും വെടുപ്പുമുള്ള ഇടമ മോളെ ശാന്തിഭവനം. അത് മതി അച്ഛാ, ഞാൻ പൊക്കോളാം. എനിക്കതാ ഇഷ്ടം. ഒറ്റ പൈസയും എനിക്ക് ശമ്പളം വേണ്ടെന്ന് അച്ഛൻ അവരോടൊന്ന് പറഞ്ഞേക്കണം. എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാനിവിടെ ജോലി ചെയ്ത് ജീവിച്ചോളാം അച്ഛാ. സന്തോഷത്തോടെ നവമി പറഞ്ഞു. എന്നാലും ചേച്ചി, അതിലും നല്ലത് ആ ടെക്സ്റ്റൈൽ ഷോപ്പിലെ ജോലിയല്ലേ? അതാവുമ്പോൾ ഡ്യൂട്ടി ടൈം കഴിഞ്ഞ് പുറത്തു പോരാമല്ലോ. ഒരു ദിവസം ലീവ് കിട്ടുമ്പോൾ ഞങ്ങളെയൊക്കെ കാണാൻ ഇങ്ങോട്ട് വരികയും ചെയ്യാം. ശാന്തിഭവനിലെ ജോലിയാവുമ്പോൾ ചിലപ്പോൾ ചേച്ചി 24 മണിക്കൂറും അവിടെ തന്നെ കാണേണ്ടി വരും. സാരമില്ല മോളെ, ആരോരുമില്ലാത്ത കുറച്ച് അച്ഛന്മാർക്കും അമ്മമാർക്കും വേണ്ടിയല്ലേ. എനിക്ക് സന്തോഷമേ ഉള്ളൂ അതിൽ. ഒരു ദിവസം പോലും ലീവ് എടുക്കാൻ പറ്റില്ല ചേച്ചി. ലീവ് എടുത്തിട്ട് ഞാൻ എങ്ങോട്ട് പോകാനാ മോളെ? ഇങ്ങോട്ട് വരാമല്ലോ, ഞങ്ങളെയൊക്കെ കാണാൻ. എന്നെയും അച്ഛനെയും കാണാമല്ലോ ചേച്ചിക്ക്. നിനക്കെന്നെ എപ്പോൾ കാണണമെന്ന് തോന്നിയാലും അങ്ങോട്ട് പോന്നേക്ക്. അച്ഛന് സമയമുള്ളപ്പോൾ ആണെങ്കിൽ അച്ഛനെയും കൂട്ടിക്കൊണ്ടുവരണം. അപ്പോൾ ചേച്ചി അത് തന്നെ ഉറപ്പിച്ചോ? എനിക്കതാ മോളെ ഇഷ്ടം. അത്രയും പറഞ്ഞിട്ട് അവൾ വിജയകൃഷ്ണനെ നോക്കി. സാറിനെ വിളിച്ച് പറഞ്ഞേക്കണേ അച്ഛാ, എനിക്ക് സമ്മതമാണെന്ന്. ഞാൻ പോവുകയാണല്ലോ എന്നോർത്ത് നിങ്ങളാരും സങ്കടപ്പെടാതിരുന്നാൽ മതി. നവമി ആഹാരം കഴിച്ചു തീർത്തതിന് ശേഷം എഴുന്നേറ്റ് കൈ കഴുകാനായി പോയി. അമ്മ ഒന്ന് മനസ്സ് വച്ചിരുന്നെങ്കിൽ നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ വീട്ടിൽ എന്ത് സന്തോഷമായി ജീവിക്കാമായിരുന്നു അല്ലേ അച്ഛാ? അനുറാണി അച്ഛനെ നോക്കി.
അതിന് മറുപടി പറയാതെ അയാൾ ഒന്ന് മന്ദഹസിക്കുക മാത്രം ചെയ്തു. ഉറങ്ങാൻ കിടക്കും മുമ്പ് വിജയകൃഷ്ണൻ ദേവദത്തനെ വിളിച്ച് നവമിയുടെ ഇഷ്ടമറിയിച്ചു. നല്ല കുട്ടിയാ അവൾ അല്ലേ വിജയ? ദേവൻ ചോദിച്ചു. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അല്ലായിരുന്നെങ്കിൽ അവൾ പാലായിലെ ജോലിയെ തിരഞ്ഞെടുക്കുമായിരുന്നുള്ളൂ. അവൾക്ക് സന്തോഷവും ആ ജോലി തന്നെ. ശരി, ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം. എന്നത്തേക്ക് പോകും നിങ്ങൾ? നാളെ കഴിഞ്ഞ്. അവൾക്ക് നാളെ ടൗണിൽ പോയി എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കണ്ടേ? ഇനി ഇപ്പോഴൊന്നും ഇങ്ങോട്ട് വരില്ലല്ലോ. വേണം. സുമംഗല നിന്നെ വിളിച്ചോ? ഹേയ്, അങ്ങനെ തോറ്റു തരുന്ന കുടുംബത്തിൽ പിറന്നവളല്ലല്ലോ എൻ്റെ ഭാര്യ. നവമിയെ അവിടെ കൊണ്ടെത്തിച്ചിട്ട് വന്ന് വിളിച്ചു പറഞ്ഞേക്കാം. വരുന്നെങ്കിൽ വരട്ടെ. എനിക്ക് വേണ്ടിയല്ല. പുറത്ത് കാണിക്കുന്നില്ലെങ്കിലും ഒരുപാട് സങ്കടം മനസ്സിൽ അടക്കിപ്പിടിച്ച് എൻ്റെ ഒരു മോൾ എൻ്റെ ഒപ്പമുണ്ട്. എല്ലാവരും തിരിച്ചു വന്നാൽ അവൾക്ക് സന്തോഷമാവുമെങ്കിൽ ആയിക്കോട്ടെ. അതുതന്നെയാണ് ശരിയെന്ന് തോന്നിയതിനാൽ ശുഭരാത്രി നേർന്നതിന് ശേഷം അയാൾ കോൾ കട്ട് ചെയ്തു. രാവിലെ അനുറാണി സ്കൂളിലേക്ക് പോകാതെ ടി വിയുടെ മുമ്പിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ നവമി അവളുടെ അടുത്തേക്ക് ചെന്ന് ഇന്ന് സ്ട്രൈക്കാണോ എന്ന് ചോദിച്ചു. സ്ട്രൈക്കോ? അച്ഛനപ്പോൾ ചേച്ചിയോടൊന്നും പറഞ്ഞില്ലേ? ചേച്ചിക്ക് ഇന്ന് ടൗണിലേക്ക് പോകണ്ടേ? നാളെ ചേച്ചി പോകുമ്പോൾ കൊണ്ടുപോകാനായി കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണ്ടേ? അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു ഇന്ന് സ്കൂളിലേക്ക് പോകണ്ട, ചേച്ചിയുടെ കൂടെ ടൗണിൽ പോയിട്ട് വരാൻ. ഡ്രസ്സോ? എനിക്കോ? എനിക്കിനി എന്തിനാ ഡ്രസ്സ്? ഞാനിവിടെ വന്നപ്പോൾ തന്നെ ഒരുപാട് ഡ്രസ്സ് അച്ഛൻ എനിക്ക് എടുത്തു തന്നതല്ലേ. അതിൽ പകുതി പോലും ഇതുവരെ ഞാൻ എടുത്ത് ഉപയോഗിച്ചിട്ടില്ല. അതിൻ്റെ കൂടെ വീണ്ടും വാങ്ങിക്കാനോ? നീ അച്ഛനോടൊന്ന് പറയാനോ മോളെ, ഇനി എനിക്കൊന്നും വേണ്ടെന്ന്. വേണ്ടെങ്കിൽ ചേച്ചി തന്നെ പറയൂ. എനിക്കൊന്നും വയ്യ, അച്ഛൻ എന്നെ ഓടിക്കും. എനിക്കിപ്പോൾ തന്നെ ആവശ്യത്തിൽ കൂടുതൽ ഡ്രസ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ മതി മോളെ. അതെല്ലാം പഴയതല്ലേ ചേച്ചി, അതിൻ്റെ ഫാഷനൊക്കെ കഴിഞ്ഞു പോയതാ. ഷോപ്പിങ്ങും കഴിഞ്ഞ് ആനന്ദിൽ കയറി ഒരു മാറ്റിനെയും കണ്ടോളാൻ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ. ആസിഫ് അലിയുടെ പുത്തൻ സിനിമയാ ആനന്ദിൽ. സിനിമയ്ക്കോ? അതും നമ്മൾ തനിച്ചോ? ഞാനെങ്ങും വരുന്നില്ല. ഒന്ന് പോ ചേച്ചി. തിയേറ്ററിൽ പോയി സിനിമ കാണാൻ വല്ലപ്പോഴും ആ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഓർഡർ കിട്ടുന്നത്. അത് വെറുതെ നശിപ്പിച്ച് കളയല്ലേ ചേച്ചി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ തിയേറ്ററിൽ കയറി സിനിമ കണ്ടിട്ടില്ല. നേരോ? എങ്കിൽ ആ കുറവ് ഇന്ന് തീർത്തു തന്നേക്കാം. ചേച്ചി നേരത്തെ പോകാൻ റെഡിയായാൽ നമുക്ക് വേണമെങ്കിൽ അഭിലാഷിൽ കയറി ഒരു നൂൺ ഷോയും കാണാം. ഞാനെങ്ങും വരുന്നില്ല നൂൺ ഷോയ്ക്ക്. ഇവിടാണെങ്കിൽ ഉച്ചയ്ക്ക് ചോറിനുള്ളതൊന്നും ശരിയായിട്ടില്ല. ഇവിടുത്തെ പണി തീർത്തിട്ട് പോയാൽ മതി ടൗണിലേക്ക്. ആ ചേച്ചി, അത് പറയാൻ വിട്ടു. നമ്മൾ ഇന്നുച്ചയ്ക്ക് പുറത്തു നിന്നാണ് കഴിക്കുന്നത്. അച്ഛൻ പറഞ്ഞിട്ടുണ്ട് പുറത്തു നിന്ന് കഴിച്ചോളാൻ. അവൾക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ അതൊക്കെ വാങ്ങിച്ചു കൊടുത്തേക്കണേ മോളെ എന്നാ അച്ഛൻ പറഞ്ഞത്. വെറുതെ എന്തിനാ മോളെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നത്? നമുക്കിവിടെ ഉണ്ടാക്കിയാൽ പോരെ? വെറുതെ ഒന്നുമല്ല, അവർക്ക് അവർ പറയുന്ന കാശ് എണ്ണി കൊടുത്തിട്ടാ ആഹാരം കഴിക്കുന്നത്. അയ്യോടി, അവളുടെ ഒരു തമാശ. ഇതൊക്കെ ഞാൻ ഒരുപാട് കേട്ടതാ പെണ്ണെ. വേറെ വല്ലതും ഉണ്ടെങ്കിൽ പറയും. അത് കേട്ടാൽ വേണമെങ്കിൽ ഞാൻ ചിരിക്കാം. നവമി അവളുടെ ശിരസിൽ കൈവച്ച് പതിയെ കുലുക്കി. അപ്പോഴേക്കും കോടതിയിലേക്ക് പോകാൻ തയ്യാറായി വിജയകൃഷ്ണൻ ഇറങ്ങി വന്നു. അച്ഛൻ പോകാൻ പോണ്. ഞാൻ അച്ഛന് കഴിക്കാൻ എടുത്തു കൊടുക്കട്ടെ? നവമി താഴേക്ക് ചെല്ലുമ്പോൾ വിജയകൃഷ്ണൻ കഴിക്കാനായി ഇരുന്നു കഴിഞ്ഞു. അവൾ പെട്ടെന്ന് പ്ലേറ്റ് എടുത്ത് തുറച്ച ശേഷം അയാൾക്ക് മുമ്പിലേക്ക് വെച്ചു. ചപ്പാത്തിയാണോ അച്ഛാ, അതോ നല്ല മൊരിഞ്ഞ ദോശ വേണോ? അവൾ ഏത് ഹോട്ട് പാൻ്റെ മൂടി തുറക്കണം എന്ന് കരുതി ചോദിച്ചു. കുറച്ച് ദിവസം കൊണ്ട് നീ എൻ്റെ ഡയറ്റ് എല്ലാം തെറ്റിച്ചു. ഷുഗറൊക്കെ കൂടിക്കാണും. അതുകൊണ്ട് ചപ്പാത്തി തന്നെ മതി, 2 എണ്ണം. അവൾ 2 ചപ്പാത്തി എടുത്ത് അയാൾക്ക് മുമ്പിലിരിക്കുന്ന പ്ലേറ്റിലേക്ക് വയ്ക്കാൻ നേരം അയാൾ കൈയെടുത്ത് തടഞ്ഞു. അല്ലെങ്കിൽ വേണ്ട മോളെ, 2 ദോശ വയ്ക്ക്. നീ ഉണ്ടാക്കുന്ന ചട്നിയുടെയും സാമ്പാറിൻ്റെയും ഒക്കെ സ്വാദ് ഇനി എന്നാ ഒന്നറിയുക. നവമി ചപ്പാത്തി തിരികെ വച്ച ശേഷം അയാൾക്ക് മുമ്പിലേക്ക് ആവി പറക്കുന്ന ദോശ എടുത്തു വെച്ചു. പിന്നെ ദോശയുടെ ഇരുവശത്തുമായി ചട്നിയും സാമ്പാറും കോരി വെച്ചു. അവൾ പോയി ചായ എടുത്തുകൊണ്ട് വന്നപ്പോഴേക്കും അയാൾ കഴിച്ചു തീർത്തിരുന്നു. ഇനി വേണോ അച്ഛാ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ അവൾ 2 ദോശ കൂടി അച്ഛൻ്റെ പാത്രത്തിലേക്ക് എടുത്തു വെച്ചു. ഒരെണ്ണം മതിയായിരുന്നല്ലോ മോളെ. സാരമില്ല അച്ഛാ, ഇനി എനിക്ക് എന്നാ അച്ഛൻ്റെ അടുത്ത് നിന്ന് ഇതുപോലെ അച്ഛന് കഴിക്കാൻ എടുത്തു തരാൻ പറ്റുക? അവൾക്ക് അയാൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് പോലും കണ്ടിട്ട് മതിയാകുന്നുണ്ടായിരുന്നില്ല. നീ വിഷമിക്കേണ്ടടി. ഈ കൊല്ലപ്പള്ളി എന്ന് പറയുന്നത് കന്യാകുമാരി ജില്ലയൊന്നുമല്ലല്ലോ, കോട്ടയം ജില്ല തന്നെയല്ലേ. നിനക്ക് എപ്പോൾ അച്ഛനെ കാണണമെന്ന് തോന്നുന്നോ അപ്പോൾ ഒരൊറ്റ കോൾ. അച്ഛനങ്ങ് ഓടി വന്നോളാം. നീ അവിടെ സന്തോഷമായിട്ട് ഇരിക്കുന്നതാ അച്ഛന് കാണേണ്ടത്. അയാൾ കഴിച്ചു തീർത്ത ശേഷം എണീറ്റ് പോയി കൈ കഴുകി വന്നു. എല്ലാം ഞാൻ അനുമോളോട് പറഞ്ഞിട്ടുണ്ട്. എന്താ വേണ്ടെന്ന് വെച്ചാൽ വാങ്ങിച്ചോളണം. കൊല്ലപ്പള്ളി ചെല്ലുമ്പോൾ നിനക്ക് എന്തിൻ്റെയെങ്കിലും ഒരു കുറവ് തോന്നരുത്. മാത്രമല്ല, ഇനി ചിലപ്പോൾ അച്ഛന് നിനക്കൊന്നും വാങ്ങിത്തരാൻ പറ്റിയില്ലെങ്കിലോ? അച്ഛാ, അവൾ പെട്ടെന്ന് സങ്കടത്തോടെ വിളിച്ചു. അങ്ങനെയൊന്നും പറയല്ലേ, എനിക്ക് സങ്കടമാവും. അവൾക്ക് കണ്ണുകൾ നിറയുന്നത് പോലെ തോന്നി. അച്ഛൻ വേറൊരർത്ഥത്തിൽ പറഞ്ഞതല്ല മോളെ.
നീ അവിടെ ചെന്ന് ജോലിയൊക്കെ ചെയ്തു തുടങ്ങുമ്പോൾ എത്ര വേണ്ടെന്ന് പറഞ്ഞാലും അവർ നിന്റെ അക്കൗണ്ടിൽ ഒരു തുക മാസാമാസം ഇട്ടു തരും. നീ സ്വയം ജോലി ചെയ്തുണ്ടാക്കുന്ന കാശ് നിന്റെ കൈ വരുമ്പോൾ നീ പിന്നെ ഒരാവശ്യത്തിനും അച്ഛനെ സമീപിക്കില്ലല്ലോ. അതേ അച്ഛൻ അർത്ഥമാക്കിയുള്ളൂ. എന്ന് അച്ഛൻ മാത്രം തീരുമാനിച്ചാൽ മതിയോ? എനിക്ക് കിട്ടുന്ന ഒറ്റ പൈസയും എൻ്റെ അക്കൗണ്ടിൽ ഞാൻ ഇട്ടേക്കില്ല. എനിക്കതൊന്നും വേണ്ട. അതൊക്കെ അച്ഛൻ്റെ അക്കൗണ്ടിൽ കിടന്നാൽ മതി. എനിക്കെന്തെങ്കിലും ആവശ്യം വന്നാൽ അച്ഛൻ തന്നാൽ മതി. അതാ എനിക്ക് സന്തോഷം. അയാൾ മറുപടിയൊന്നും പറയാതെ അവളെ നോക്കി ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. പിന്നെ കാറിൻ്റെ ചാവിയും എടുത്ത് അവളോട് യാത്ര പറഞ്ഞ ശേഷം പുറത്തേക്ക് പോയി. 11 മണിയായപ്പോൾ നവമയ്ക്കും അനുറാണിക്കും പുറത്തേക്ക് പോകാൻ ഗേറ്റ് കീപ്പർ അച്യുതൻ ഒരു ഓട്ടോ വിളിച്ച് വരുത്തി കൊടുത്തു. ടൗണിലേക്ക് പോകാൻ 1 കിലോമീറ്റർ ദൂരം മാത്രമേയുള്ളൂ. അച്യുതന് കഴിക്കാനുള്ള ഉച്ചക്കലത്തെ ആഹാരം നേരത്തെ നവമിയെടുത്ത് അയാളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം അവർ പോയത് പുളിമൂട്ടിൽ സിൽക്ക് ഹൗസിലേക്കാണ്. അവിടാണ് അനു അമ്മയോടും പ്രവീണ ചേച്ചിയോടുമൊപ്പം വസ്ത്രമെടുക്കാൻ വരാറുള്ളത്. 1 മണിക്കൂറോളം സമയമെടുത്തു അവർ അവിടെ നിന്നും സെലക്ഷൻ നടത്താൻ. അനു വില കൂടിയ തുണിത്തരങ്ങൾ എടുത്തപ്പോൾ അതൊക്കെ തിരിച്ചു വയ്പ്പിച്ച ശേഷം നവമി സാധാരണ റേഞ്ചിലുള്ള വസ്ത്രങ്ങളാണ് എടുത്തത്. അതും കുറച്ചെണ്ണം മാത്രം. പ്രവീണ ചേച്ചിയായിരിക്കണം ഇപ്പോൾ ചേച്ചിയുടെ സ്ഥാനത്ത്. എങ്കിൽ ഈ ഫ്ലോർ മൊത്തത്തിലെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോന്നേനെ, അനുറാണി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവർ അവിടെ നിന്നിറങ്ങിയിട്ട് ആഹാരം കഴിക്കാനാണ് കയറിയത്. മട്ടൺ മന്തി, ചിക്കൻ മന്തി, യമനി മന്തി, എന്താ വേണ്ടത്? ഭംഗിയും വൃത്തിയുമുള്ള റെസ്റ്റോറൻറ്റിൻ്റെ ശീതീകരിച്ച റൂമിലിരുന്നു കൊണ്ട് മെനു നോക്കി അനുറാണി ചോദിച്ചു. ബിരിയാണി വാങ്ങിച്ചാലോ നമുക്ക്? വെജിറ്റബിൾ ബിരിയാണി, നവമി പറഞ്ഞു. അയ്യേ, ബിരിയാണിയോ? അതും വെജിറ്റബിൾ? കുറഞ്ഞ പക്ഷം ഒരു മട്ടനോ ചിക്കനോ എങ്കിലും പറയേ ചേച്ചി. എങ്കിൽ ചിക്കൻ പറഞ്ഞോ. വെയിറ്റർ വന്നപ്പോൾ അനുറാണി ഓർഡർ കൊടുത്തു. 2 ചോക്ലേറ്റ് ഐസ്ക്രീം. കഴിച്ചു തീരുമ്പോഴേക്കും മതി, അനു പറഞ്ഞു. നല്ല സ്വാദുള്ള ബിരിയാണിയായിരുന്നു അത്. ഐസ്ക്രീം കൂടി കഴിച്ചതോടെ അവർക്ക് വയർ നിറഞ്ഞു. അടുത്തത് സിനിമയാണേ, അനു ഓർമ്മിപ്പിച്ചു. ഇത്രയും സാധനങ്ങളും കയ്യിൽ തൂക്കി പിടിച്ചുകൊണ്ട് തിയേറ്ററിൽ പോയി നിൽക്കാനോ? എനിക്കെങ്ങും വയ്യ. എല്ലാവരും ഇങ്ങനെയൊക്കെയല്ലേ ചേച്ചി വരുന്നത്? ഷോപ്പിംഗ് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച ശേഷം സിനിമയും കണ്ട് തിരിച്ച് വീട്ടിൽ പോകും. അതൊക്കെ സ്വന്തം വാഹനത്തിൽ വരുന്നവരല്ലേ മോളെ. അവർ സാധനങ്ങളൊക്കെ കാറിൽ വെച്ചിട്ടാ സിനിമ കാണാൻ വരുന്നത്. നമ്മളോ ഇതെല്ലാം കയ്യിൽ പിടിച്ചുകൊണ്ട് ടിക്കറ്റ് കൗണ്ടറിൽ ചെല്ലുമ്പോൾ തന്നെ ആൾക്കാർ നോക്കി നിൽക്കും. അയ്യേ, നാണക്കേട്. എന്ത് നാണക്കേട്? അതെല്ലാം ഞാൻ പിടിച്ചോളാം. ചേച്ചി എൻ്റെ കൂടെ നിന്നാൽ മതി. അവസാനം അനുവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങാതെ നവമിക്ക് തരമില്ലായിരുന്നു. 2 മണിക്ക് തുടങ്ങിയ സിനിമ 4:15 മണിക്ക് തീർന്നു. അവർ പുറത്തിറങ്ങി KSRTC സ്റ്റാൻഡിന് മുമ്പിലുള്ള ഓട്ടോ സ്റ്റാൻഡിൽ വന്ന് ഒരു ഓട്ടോയിൽ കയറി വീട്ടിലേക്ക് പോന്നു. ഗേറ്റിന് മുമ്പിൽ ഓട്ടോ നിർത്തി പുറത്തിറങ്ങുമ്പോൾ തന്നെ വിജയകൃഷ്ണൻ്റെ കാർ മുറ്റത്ത് കിടക്കുന്നത് നവമി കണ്ടു. അനുറാണി ഓട്ടോ ഡ്രൈവർക്ക് ഫോൺ പേ വഴി കാശ് ട്രാൻസ്ഫർ ചെയ്തു കൊടുത്തു. സമയം 4:30 ആയുള്ളൂ. അച്ഛൻ ഇന്ന് നേരത്തെ വന്നല്ലോ, നവമി തന്നെത്താൻ എന്നോണം പറഞ്ഞു. അച്യുതൻ ഗേറ്റ് തുറന്നു കൊടുത്തപ്പോൾ നവമി അയാളോട് അച്ഛൻ വന്നിട്ട് ഒരുപാട് നേരമായോ എന്ന് തിരക്കി. 1/2 മണിക്കൂറായി കാണും മോളെ, അയാൾ പറഞ്ഞു. നവമി അയാൾക്ക് വേണ്ടി വാങ്ങിച്ച പാഴ്സൽ അയാളെ ഏൽപ്പിച്ചു. അവർ കയറി വരുമ്പോൾ വിജയകൃഷ്ണൻ സ്വീകരണ മുറിയിലിരുന്ന് ആരുമായോ ഫോണിൽ സംസാരിക്കുകയാണ്. നവമി എല്ലാ സാധനങ്ങളും കൊണ്ടുപോയി തൻ്റെ റൂമിൽ വച്ച ശേഷം ഡ്രസ്സ് മാറി ഇറങ്ങി താഴേക്ക് വന്നു. അവൾ വരുമ്പോൾ അവിടെ അനുറാണി മാത്രം ഇരിപ്പുണ്ട്. അച്ഛനെവിടെ മോളെ, പോയോ? ഇല്ല, മുകളിലേക്ക് പോയി. ഞാൻ അമ്മയുടെ റൂമിൽ പോയി കുറച്ചു നേരം കിടക്കാൻ പോവാ. എനിക്കൊരു വല്ലാത്ത ക്ഷീണം. ഹോട്ടൽ ഫുഡിൻ്റെതാകും. നിനക്ക് കുടിക്കാൻ വല്ലതും വേണോ മോളെ? നാരങ്ങ വെള്ളമോ മറ്റോ? ഒന്നും വേണ്ട ചേച്ചി. അവൾ നടന്ന് സുമംഗലയുടെ റൂമിലേക്ക് കയറി വാതിൽ ചാരി. മുൻവാതിൽ അടച്ച ശേഷം നവമി മുകൾ നിലയിൽ തൻ്റെ റൂമിലേക്ക് ചെന്നു. അതിനുള്ളിൽ വിജയകൃഷ്ണൻ നിൽക്കുന്നത് കണ്ട് അവൾ അമ്പരന്നുപോയി. അയാൾ പക്ഷേ അവൾക്ക് പുറംതിരിഞ്ഞു നിന്നിട്ട് ജനാലയിലെ കമ്പിയഴിയിൽ പിടിച്ച് ഗേറ്റിന് വെളിയിലൂടെ MC റോഡ് കടന്നു പോകുന്ന വാഹനങ്ങളെ നോക്കി നിൽക്കുകയാണ്. അവളുടെ കാലൊച്ച കേട്ട് വിജയകൃഷ്ണൻ തിരിഞ്ഞു നോക്കി. അച്ഛൻ ഇങ്ങോട്ട് പോന്നോ? അച്ഛന് കുടിക്കാനോ കഴിക്കാനോ എന്തെങ്കിലും വേണോ? അവൾ ചോദിച്ചു. വേണ്ട. അവളെവിടെ? അനുമോൾ, അയാൾ തിരക്കി. വല്ലാത്ത ക്ഷീണമുണ്ടെന്ന് പറഞ്ഞ് അമ്മയുടെ റൂമിൽ പോയി കിടക്കുന്നു. നന്നായി, അവൾ അവിടെ ഇരിക്കട്ടെ. അയാളുടെ സ്വരത്തിന് പതിവിൽ കവിഞ്ഞ കാഠിന്യമുണ്ടെന്ന് അവൾക്ക് തോന്നി. വാക്കുകളിൽ മാത്രമല്ല അച്ഛൻ്റെ മുഖത്തും അത് ദൃശ്യമാകുന്നുണ്ട്. ഇന്നോളം താൻ കാണാത്ത ഒരു ഭാവമാണ് ഇപ്പോൾ അച്ഛൻ്റെ മുഖത്ത് കാണാൻ കഴിയുന്നത്. അവൾ തൻ്റെ ഭാവമാറ്റം കണ്ടുപിടിച്ചിരിക്കുന്നു എന്ന് തോന്നിയിട്ട് വിജയകൃഷ്ണൻ ചെന്ന് വാതിലടച്ച് ബോൾട്ടിട്ടു. വീണ്ടും അയാൾ തിരിഞ്ഞു നടന്നു വന്ന് ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു. അച്ഛന് തന്നോട് ഗൗരവതരമായ എന്തോ പറയാനുണ്ടെന്ന് നവമിക്ക് തോന്നി. അച്ഛാ, അവൾ വിളിച്ചു. അയാൾ അവൾക്ക് നേരെ തിരിയാതെ അവിടെ നിന്നുകൊണ്ട് തോളിന് മുകളിലൂടെ മുഖം തിരിച്ച് അവളെ നോക്കി. എന്താ അച്ഛാ? അച്ഛൻ എന്നോടെന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? അല്ലാതെ അച്ഛൻ്റെ മുഖത്ത് ഇത്രയും സമ്മർദ്ദം വരാൻ സാധ്യതയില്ലല്ലോ.
തൻ്റെ മനസ്സ് അവൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്നറിഞ്ഞതോടെ വിജയകൃഷ്ണൻ അവൾക്ക് അഭിമുഖമായി തിരിഞ്ഞു നിന്നു. അച്ഛാ, എന്താ അച്ഛാ ഇത്? അച്ഛൻ്റെ മുഖം വിയർക്കുന്നുണ്ടല്ലോ. അവൾ പെട്ടെന്ന് തൻ്റെ ഷാളിൻ്റെ തുമ്പുകൊണ്ട് വിജയകൃഷ്ണൻ്റെ നെറ്റിയിലെ വിയർപ്പ് തുടച്ചു കൊടുത്തു. അയാളുടെ നോട്ടം തൻ്റെ മുഖത്ത് തന്നെയാണെന്ന് അറിഞ്ഞതോടെ നവമയ്ക്ക് തോന്നി അച്ഛൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടെന്ന്. അച്ഛാ, എനിക്കെന്തോ പേടി തോന്നുന്നല്ലോ. എന്തു പറ്റി എൻ്റെ അച്ഛന്? എൻ്റെ അച്ഛനെ ഇങ്ങനെ ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ. അവൾക്കും സങ്കടം വന്നു തുടങ്ങി. തളർന്നു പോകരുത് എൻ്റെ മോൾ, തകർന്നു പോവുകയും ചെയ്യരുത്. ആർക്കു മുമ്പിലും തകരാതെ പിടിച്ചു നിന്നോണം എൻ്റെ കുട്ടി. അച്ഛാ, എന്താ അച്ഛാ അച്ഛൻ ഈ പറയുന്നത്? അവൾ അയാളുടെ ഇരു കണ്ണുകളിലേക്കും മാറി മാറി നോക്കി. അച്ഛൻ, നമ്മൾ കണ്ടുമുട്ടിയ അന്നു മുതൽ എത്ര തവണ നീ എന്നെ അച്ഛനെന്ന് വിളിച്ചിട്ടുണ്ട് മോളെ? എണ്ണി നോക്കാൻ പറ്റുമോ നിനക്ക്? ഒരുപക്ഷെ വർഷങ്ങളോളം എന്നെ എൻ്റെ മക്കൾ അച്ഛ എന്ന് വിളിച്ചതിൽ കൂടുതൽ നീയായിരിക്കും എന്നെ അച്ഛനെന്ന് വിളിച്ചിട്ടുണ്ടാവുക. ശരിയല്ലേ മോളെ? എൻ്റെ അച്ഛനെ ഞാൻ അച്ഛ എന്ന് വിളിക്കുന്നതിന് കണക്ക് നോക്കണോ അച്ഛാ? വേണ്ടെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. വേണ്ട മോളെ, സ്വന്തം അച്ഛനെ അച്ഛ എന്ന് വിളിക്കാൻ ഒരു മക്കളും കണക്ക് നോക്കണ്ട. പക്ഷേ നിന്റെ കാര്യം അങ്ങനെയല്ല മോളെ. അച്ഛാ, എന്താ അച്ഛാ അച്ഛൻ ഈ പറയുന്നത്? എൻ്റെ കാര്യം അങ്ങനല്ലെന്നോ? അതേ മോളെ, നീ ഇത്രയും നാൾ അച്ഛ എന്ന് വിളിച്ച് പിന്നാലെ നടന്ന ഞാൻ നിന്റെ അച്ഛനല്ല മോളെ. അയാൾ എങ്ങനെയോ അത്രയും പറഞ്ഞൊപ്പിച്ചു. മുമ്പിൽ നിൽക്കുന്ന പെൺകുട്ടിയിൽ അടിമുടി ഒരു നടുക്കം പായുന്നത് അയാൾക്ക് കാണാമായിരുന്നു. ഇല്ല, അച്ഛൻ ഈ പറയുന്നത് എന്നോടല്ല, ഞാൻ വിശ്വസിക്കില്ല. അവൾ അയാൾ പറയുന്നത് വിശ്വസിക്കാൻ പറ്റാത്ത വിധം ശിരസിളക്കിക്കൊണ്ടിരുന്നു. നീ വിശ്വസിക്കണം. നിന്നോട് കള്ളം പറഞ്ഞിട്ട് ഈ അച്ഛൻ ഒന്നും നേടാനില്ല മോളെ. അയാൾ നവമിയുടെ നോട്ടം നേരിടാനാകാതെ കണ്ണുകൾ പകുതി അടച്ചു. എന്തോ എവിടെയോ ഒരു അപശ്രുതി കേട്ടതുപോലെയാണ് നവമിക്ക് തോന്നിയത്. ഒരു ശീതക്കാറ്റ് വന്ന് മുഖത്തടിച്ചിട്ടെന്ന വണ്ണം അവൾ വിറഞ്ഞുകൊണ്ട് അയാളെ നോക്കി നിന്നു.